അഗ്നിസാക്ഷി ഭാഗം 34. വീണ കണ്ണു തുറന്നപ്പോൾ കസേരയിൽ ഇരിക്കുന്ന അനന്തുവിനെയാണ് കണ്ടത്. അവളൊന്ന് പുഞ്ചിരിച്ച് പെട്ടെന്ന് ഞെട്ടലോടെ എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും അനന്തു അത് കണ്ട് ചാടി എഴുന്നേറ്റ് അവളെ പിടിച്ചു. ഈ വീണ, എന്തായി കാണിക്കുന്നത്? പതുക്കെ, ഇങ്ങനെ പെട്ടെന്നൊന്ന് എഴുന്നേൽക്കാൻ പാടില്ലെന്ന് തന്നോട് പറഞ്ഞിട്ടില്ലേ? സ്റ്റിച്ച് പൊട്ടുകയും മറ്റു ചെയ്താൽ എന്ത് ചെയ്യും? അവൻ ശാസ്ത്രയോട് പറഞ്ഞു. സോറി, പെട്ടെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഞാൻ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാനുള്ള മരുന്നുമായി വന്നതായിരുന്നു ഞാൻ. അപ്പോൾ താൻ നല്ല ഉറക്കത്തിലായിരുന്നു. ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതിയ ഇവിടെ ഇരുന്നത്. ഇത് കഴിക്ക്. അവൻ ഗുളിക അവൾക്ക് നൽകി. ഒപ്പം ഒരു ഗ്ലാസ് വെള്ളവും. അവൾ മരുന്ന് കഴിച്ചു. തനിക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നോ? ഇല്ല, ഒരു ബന്ധു മരിച്ചതുകൊണ്ട് അമ്മയും അമ്മാവനൊക്കെ അവരുടെ തറവാട്ടിലേക്ക് പോയിരിക്കുക. ഭക്ഷണം ഇവിടുന്ന് വാങ്ങിക്കാമെന്നാണ് കാശിയുടെ പറഞ്ഞത്. എനിക്കുള്ള ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത്. ഓ, തനിക്ക് വിശക്കുന്നുണ്ടോ? എനിക്ക് നല്ല വിശപ്പ് തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ താഴേക്ക് വിളിച്ച് ഫുഡ് ഓർഡർ ചെയ്യാം. അവർ പെട്ടെന്ന് കൊണ്ടുതരും. നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എന്താ? അവൾ ആകെ അന്തം വിട്ട് നിന്ന് പോയി. അല്ല, അത് വേണ്ട ഡോക്ടർ. ഞാൻ കാശിനെ കൊണ്ടുവന്നിട്ട് കാശി പാറോനെയും കൊണ്ട് സ്കാനിങ്ങിന് പോയേക്കുക. വരാൻ ലേറ്റാകും. അത്ര വരെ താനെന്തിനാ വെറുതെ വിശന്നിരിക്കുന്നത്? ഞാൻ ഏതായാലും ഫുഡ് ഓർഡർ ചെയ്യാൻ പോവുക. അതും പറഞ്ഞ് അവൻ ഫോണെടുത്ത് നമ്പർ ഡയൽ ചെയ്തു. 5 മിനിറ്റ് കഴിഞ്ഞത് 2 പൊതിച്ചോറുമായി ഒരാൾ അവിടേക്ക് വന്നു. ബില്ല് പേ ചെയ്ത് അനന്തു അതുമായി അവളുടെ അരികിൽ വന്നിരുന്നു. ഇതെനിക്ക്. അയ്യോ, എനിക്കിതൊന്നും വേണ്ട. അതെന്താ, എൻ്റെ വിശ്വാസമില്ല എന്നിട്ടാണ്? അതൊന്നുമല്ല, ഡോക്ടർ എന്തിനാ വെറുതെ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നത് എന്ന് കരുതി പറഞ്ഞതാ. എനിക്കൊരു ബുദ്ധിമുട്ടില്ല. എൻ്റെ ഒരു സുഹൃത്തിന് ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കുന്നതായിട്ട് ഞാൻ കരുതിയിട്ടുള്ളൂ. താൻ എന്നെ ഒരു ഫ്രണ്ടായിട്ട് കാണുന്നില്ലെങ്കിൽ വേണ്ട, അവൻ പരിഭവത്തോടെ പറഞ്ഞു. അയ്യോ, അങ്ങനെയൊന്നുമില്ല ഡോക്ടർ, എന്നാലും അത് കഴിക്ക്. ആഹാ, മുഴുവനും കഴിച്ചല്ലോ. എന്നിട്ടാണോ വേണ്ടെന്ന് പറഞ്ഞത്? അനന്ത പറഞ്ഞു. അവൾ ചമ്മലോടെ മുഖം കുനിച്ചു. ഈ സമയം അവൾക്കുള്ള ഭക്ഷണവുമായി വന്ന കാശി ഈ കാശി കണ്ട് അമ്പരന്നു. വീണ ഭക്ഷണം കഴിച്ചോ? അവൻ ചോദിച്ചു. ആ, ഗുളിക കഴിച്ച് അധിക സമയം നിൽക്കാൻ പാടില്ല, അതുകൊണ്ട് തന്നെ വാങ്ങിക്കൊടുത്തു. ഒന്നിച്ച് കഴിക്കുകയും ചെയ്തു. അത് കേട്ടതും കാശൊന്നും വല്ലാതായി. ഞാൻ ഇവക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നത്, ഇനി ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കാം. അവൻ പറഞ്ഞു. വീണ കിടന്നോളൂ, ഇനി മരുന്നൊന്നുമില്ല, അനന്ത് പറഞ്ഞു. അവൾ ഒവ്വെന്ന് തലയാട്ടി. കാശി, എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അതും പറഞ്ഞ് അനന്ത് പുറത്തേക്ക് നടന്നു. വീണയെയും അനന്തുവിനെയും അവനൊന്ന് നോക്കി, പിന്നെ സംശയത്തോടെ പുറത്തേക്ക് നടന്നു. വാതിൽ തുറന്ന് എന്തോ ആലോചിച്ചുകൊണ്ട് കാശി അകത്തേക്ക് കയറി. അത് കണ്ട് പാർവതിക്ക് കൗതുകം തോന്നി. കണ്ടിട്ടാ? അവൾ പിടിയിട്ട് അവൻ ചിന്തയിൽ നിന്ന് ഞെട്ടി ഉണർന്നു. എന്താ? അത് കേട്ട് അവൻ ചിരിച്ചു. ഇതെന്താ നിലവത്തഴിച്ചുവിട്ട കോഴിയെ പോലെ നടക്കുന്നത്? കണ്ടിട്ടുണ്ട്, ഇത് ഏത് ലോകത്താ? ഒന്നുമില്ല, ഞാൻ എന്തോ ആലോചിച്ച്. ഇങ്ങനെ സ്ഥലകാലബോധം ഇല്ലാതെ ആലോചിക്കണം മാത്രം എന്ത് കാര്യം മണ്ടക്കകത്ത് കയറിക്കൂടിയത്? അവൻ അവളുടെ അരികിലിരുന്നു. അനന്തുവിനെയും വീണയും കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അനന്തുവിനെയും വീണയും കുറിച്ചോ? എന്താ? നീ അവളുടെ പെരുമാറ്റം ശ്രദ്ധിച്ചോ? അവളുടെ കാര്യത്തിൽ അനന്ത് വല്ലാത്തൊരു കെയറിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ അനന്ത് അവൾക്ക് ഭക്ഷണം കൊടുക്കുകയും രണ്ടാളും കൂടി മുറിയിൽ ഒരുമിച്ചിരുന്ന് കഴിക്കുകയായിരുന്നു. അത് കേട്ടും അവളൊന്നും അമ്പായിരുന്നു. അല്ല, അതിനിപ്പോൾ എന്താ? സമയം കുറയല്ലേ? കൃത്യസമയത്ത് അവൾക്ക് മരുന്ന് കഴിക്കേണ്ടതല്ലേ? കാശിയേട്ടനെ കാണാത്തതുകൊണ്ട് അനന്ത് വാങ്ങിക്കൊടുത്തതായിരിക്കും. അതല്ല, അവരുടെ പെരുമാറ്റത്തിൽ എനിക്ക് എന്തോ പോലെ അനന്തുവിന് വീണയോടൊരു താല്പര്യമില്ലതുപോലെ. അത് കേട്ടതും അവളുടെ മുഖം വിടർന്നു. അതൊരു നല്ല കാര്യമല്ലേ? എന്ത് നല്ല കാര്യം? അനന്തുവിന് അവളെ ഇഷ്ടമാണെങ്കിൽ, അവൾക്കും ആ ഇഷ്ടമുണ്ടെങ്കിൽ അതങ്ങ് നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത്. അത് കേട്ടതും അവൻ ഞെട്ടി. പാറു, നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറഞ്ഞതിന് എന്താ തെറ്റ്? കണ്ണേട്ടൻ അവളെ ഒരിക്കലും ഭാര്യയായി കണ്ടിട്ടില്ല. അവൾക്കൊരു ജീവിതമുണ്ട്, സ്വപ്നങ്ങളും മോഹങ്ങളും ഉണ്ടാകും. ഇത്രയും കാലം അവൾ അതൊക്കെ മനസ്സിലൊതുക്കി നടന്നു. ഇപ്പോൾ നമ്മൾ ആഗ്രഹിച്ച ജീവിതം നമുക്ക് കിട്ടി. പക്ഷെ അവളുടെ ഉള്ളം ഇപ്പം നേരെ പുകയുന്നുണ്ടാകും. പക്ഷേ അതിലൊന്നും ഇന്നേവരെ അവൾ ഒരു പരാതി പറഞ്ഞിട്ടില്ല. അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? കാശി മൗനമായി എല്ലാം കേട്ടു നിന്നു. ഒന്നാലോചിച്ച് നോക്കിയാൽ കഷ്ടമല്ലേ അവളുടെ കാര്യങ്ങളും നഷ്ടങ്ങളും വേദനകളും അല്ലാതെ എന്തെങ്കിലും ഒരു സന്തോഷം അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരു തെറ്റ് ചെയ്യാതെ ഏതോ പിച്ച് ചീന്തി അതിൽ അവൾക്കൊരു കുഞ്ഞിനെയും കിട്ടി. പാവമല്ലേ അവൾ? നീ പറഞ്ഞതൊക്കെ ശരിയാണ്.
പക്ഷേ എൻ്റെ മോൻ, അവനെക്കുറിച്ച് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ആദ്യം അനന്തുവിനോട് ഇതേക്കുറിച്ചൊന്ന് സംസാരിക്കട്ടെ ഞാൻ, പാർവതി പറഞ്ഞു. നീ എന്തിനാ പറു എന്നെ കാണണമെന്ന് പറഞ്ഞത്? അനന്ത മുറിയിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. പറയാം, അനന്തു അവിടെ ഇരിക്കും. അവൻ അവിടെ ഇരുന്നു. അനന്തുവിന് വീണയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? അത് കേട്ടത് അവനൊന്ന് അന്താളിച്ചു. വീണയെക്കുറിച്ച് ഞാനെന്താ അഭിപ്രായം പറയണ? അവൾ നല്ല കുട്ടിയാണ്. അപ്പോൾ അല്ല, ഇപ്പോൾ നീ എന്താ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല, വളച്ചിട്ട് പറയുന്നില്ല. എനിക്ക് വീണ ഇഷ്ടമാണ്. അവളൊന്ന് ഞെട്ടി. നീ നീ എന്താ പറയുന്നത്? അവളോടുള്ള നിൻ്റെ പെരുമാറ്റം കുറച്ച് ദിവസമായി ഞങ്ങൾ ശ്രദ്ധിക്കുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. അത് പിന്നെ അവൾ ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യൻ്റ് അല്ലേ, അവൾക്ക് നല്ല കെയറിങ് കിട്ടേണ്ട ആവശ്യമാണ്. കാശാണെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് നിന്നെ മാത്രമേ നോക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ. അവൻ മുഖത്ത് നോക്കാതെ പറഞ്ഞു. പാർവതി അവനെ സൂക്ഷിച്ച് നോക്കി. അത് മാത്രമേ ഉള്ളൂ? പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നത്? നിനക്ക് അവളോട് പ്രണയം കൊണ്ടോ എന്ന്? അവൻ ഞെട്ടി. അത് പിന്നെ അവൾ കാശിയുടെ ഭാര്യയല്ലേ, അവൻ്റെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ എന്ന് നിന്നോട് ആര് പറഞ്ഞു? അവൻ അമ്പരന്നു. സത്യം നീ അറിയണം, അവളെക്കുറിച്ച് എല്ലാം നീ അറിയണം. പാർവതി എല്ലാം അവനോട് തുറന്ന് പറഞ്ഞു. എല്ലാം കേട്ട് അവൻ അമ്പരന്ന് നിന്ന് പോയി. വീണ ഒരു പാവമാണ്, അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. വിശ്വസിക്കാവുന്ന ഒരാളുടെ കയ്യിൽ അവളെ പിടിച്ച് ഏൽപ്പിക്കണം ഞങ്ങൾക്ക്. നിനക്ക് അവളോടുള്ള അടുപ്പം കണ്ടപ്പോൾ അത് നല്ലതാണെന്ന് തോന്നി. നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അവളെക്കുറിച്ചുള്ളതെല്ലാം എന്നോട് തുറന്ന് പറഞ്ഞത്. ഇനി നിൻ്റെ തീരുമാനമാണ് അറിയേണ്ടത്. അവനൊന്ന് വിശ്വസിച്ചു. അവളോട് ചെറിയൊരു ഇഷ്ടം എനിക്ക് തോന്നിയിരുന്നു, പക്ഷേ ഇപ്പോൾ അവളുടെ ഇഷ്ടം മാത്രമല്ല, അതിലപ്പുറം എന്തൊക്കെയോ തോന്നുകയാണ്. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്തൊക്കെ വന്നാലും ശരി, അവളെ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ. എനിക്ക് വേണം എൻ്റെ പെണ്ണ്, അവൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അത് കേട്ടതും അവൾക്ക് സന്തോഷമായി. അസുഖമൊക്കെ മാറി അവൾ വീട്ടിലെത്തട്ടെ, എന്നിട്ട് ഞാൻ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാം അതെന്ത് പറഞ്ഞു. പാർവതി മൂളി. വിശ്വനാഥൻ ബിയർ ബോട്ടിൽ വലിച്ചെറിഞ്ഞ് പൊടിച്ചു. കണ്ടുനിന്ന കൂട്ടുകാരെല്ലാം ഒന്ന് ഞെട്ടി. വിശ്വ, എന്താ നീ കാണിക്കുന്നത്? എന്തിനാ നീ ഇതൊക്കെ എത്തി പൊട്ടിക്കുന്നത്? കൂട്ടുകാർ അവനെ തടഞ്ഞു. പിന്നെ എൻ്റെ രോഷം തീർക്കണ്ടേ എനിക്ക്? കേട്ടില്ലേ നീ? അവളെന്നെ തല്ലിയ, എന്നെ തല്ലി അവൾ രക്ഷപ്പെട്ടെന്ന്. അവൾ ക്യാൻസർ വന്ന് ചാവാൻ കിടക്കുമെന്ന് അറിഞ്ഞ് ഒത്തിരി സന്തോഷിച്ചത് ഞാൻ. അവിടെ ചെത്ത ആ ശവത്തിന് മുമ്പിൽ ചെന്ന് പൊട്ടിച്ചിരിക്കണമെന്ന് കരുതിയതാ. എന്നിട്ടിപ്പോൾ അവൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അവളെ രക്ഷിച്ചതാ എൻ്റെ എച്ചിലായവള്. അതിന് നീ ഇവിടെ ഇരുന്ന് ഒരു കുപ്പിയൊക്കെ തരി പൊട്ടിച്ചിട്ട് എന്താ കാര്യം? പൊളിക്കേണ്ട തോന്നുമ്പോണ്ട കാരണക്കുറ്റിയല്ലേ? അതെനിക്ക് അറിയാൻ പാടില്ലായിട്ടല്ല. അവസരം വരട്ടെ, ഞാൻ ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കി കൊടുക്കും അവൾക്ക്. വിശ്വനാഥൻ വീരോട് പറഞ്ഞു. തുടരും.